മഞ്ഞുമൽ ബോയ്സിന്റെ അമ്മയാണ് ചേച്ചി. ആ ബോയ്സിന്റെ ഒക്കെ ഒരു അമ്മയായിരുന്നു. ഞാനപ്പോ ചിന്തിച്ചത് അതെ, എന്റെ മോൻ, എന്റെ ഒരു മോനാണെങ്കിൽ ഞാൻ എങ്ങനെയാണ്. പിന്നെ അത്രയും ഞാൻ അയാളെ ശരിക്കും അവഗണിച്ചിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ പക്ഷെ നമുക്കതൊന്നും പറ്റിയതല്ല. നമുക്ക് ആരും ഇല്ല അങ്ങോട്ട് എത്തിപ്പെടാനൊന്നും. മക്കളോട് ഞാനിങ്ങനെ കണ്ണാടിന്റെ മുമ്പിൽ പോയി ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യും, അതുപോലും മക്കളോട് പറഞ്ഞിട്ടില്ല. മക്കള് അവരുടെ ഇഷ്ടത്തിൻ്റെ ഒപ്പം പോകണം. അവരാ ഇഷ്ടം കണ്ടെത്തി അവരതിനകത്ത് സക്സസ് ആവണം. ഈ ആൺതുണ എന്ന് പറയുന്ന നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മുഴുവനും അത് തന്നെയല്ലേ, ആൺതുണ അവർക്ക്. പിന്നെ അതുപോലെ വേണം നമ്മൾ നിൽക്കാൻ. അമ്മയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവരൊന്നും ഷെയർ ചെയ്യില്ല. പണ്ടൊക്കെ പീരീഡ്സ് എന്നുള്ള വേർഡ് പറയുമ്പോ തന്നെ അമ്മമാരും അയ്യോ പറയരുത് എന്ന് പറയുന്നത്. മകളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണെന്ന് പറഞ്ഞ് കേൾക്കാൻ തന്നെ ഭയങ്കര സന്തോഷമില്ലേ? ഒരു പക്ഷെ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കണ്ടേ ചേച്ചി? കാണുന്നതിന്റെ മുന്നേ നമ്മള് പെർഫോമൻസ് നമ്മൾ നേരിട്ട് കാണാൻ പോലെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയായിരിക്കും? ഒത്തിരി കാലം മെഡിസിൻ ഒക്കെ കഴിച്ചല്ലോ, ആയുർവേദം ഒക്കെ കഴിച്ചിട്ട് തന്നെയാ. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ നമ്മള് പറയില്ലേ 17 കാര്യത്തിലോട്ട് പോകും. അത്രയും നമ്മള് ഒത്തിരി സന്തോഷം. സോറി. ഹായ്, ഹലോ, നമസ്കാരം. ദിസ് ഇസ് ഷോറീൽസ് എന്റർടൈൻമെന്റ് ടോക്കറ്റീസി വിത്ത് ലോമി. അപ്പോൾ പല വഴി സിനിമയിലേക്ക് എത്തിപ്പെടുന്നവരുണ്ട്, അച്ഛനമ്മമാർ വഴി സിനിമയിലേക്ക് എത്തിപ്പെടുന്നവരുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ വന്ന വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ മക്കൾ വഴി സിനിമയിലേക്ക് എത്തിയ ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കുറച്ചും കൂടി ക്ലോസ് ആയി പറയാനാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷിന്റെ അമ്മ രത്നമ്മയാണ് റിനി ഉദയകുമാർ. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് ചേച്ചി? സുഖാണല്ലോ? ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഈ സെലിബ്രിറ്റി ലൈഫ് എങ്ങനെയാ ചേച്ചി എൻജോയ് ചെയ്യുന്നുണ്ടോ? സെലിബ്രിറ്റി ഒന്നും ആയിട്ടില്ല, ചെറിയൊരാളല്ലേ സെലിബ്രിറ്റി. എന്നാലും ആ ലൈഫിൽ ഒരുപാട് മാറ്റം വന്നില്ലേ? എനിക്ക് പഴയ പോലെ തന്നെ, പഴയ ആള് തന്നെയാ. ഓക്കെ. ഇപ്പോ മക്കൾ വഴി സിനിമയിലേക്ക് എത്തിയപ്പെട്ട ഒരാളാണ്. മക്കളാണ് എന്റെ പ്രചോദനം. മക്കൾ വഴിയെന്ന് പറയുന്നു പറഞ്ഞു. മക്കളാണ് എൻ്റെ പ്രചോദനം സിനിമയിലേക്ക് എത്താൻ. എങ്ങനെയായിരുന്നു ആ ഒരു ഇൻസിഡന്റ്? മോൻ സിനിമയിൽ കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അറിയപ്പെടുന്ന ആക്ടറായിട്ടില്ല, അയാളും സ്ട്രഗ്ലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒരു വന്നുകൊണ്ടിരിക്കുന്നു അയാൾ. അപ്പോൾ അയാൾ ഒരു ദിവസം ഒരു ഓഡീഷന് പോയ സമയത്ത് ഞാനും അങ്ങ് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോയതാ. അപ്പോൾ ഞാനും കൂടെ വരട്ടെ എന്നുള്ളൊരു ചോദിച്ചപ്പോഴാണല്ലോ കൂടെ പോയത്. ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ചേച്ചിക്ക് എവിടുന്ന് വന്നത്? അതെന്റെ ഇവര് തന്നെ ഉണ്ടാക്കിയെടുത്തതാ. ഇവരെന്നോട് ചോദിക്കുമായിരുന്നു നമ്മൾക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ എന്തിനൊക്കെ കഴിവുകളുണ്ട് നോക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ പരിഭവിക്കുക, എനിക്കൊരു കഴിവൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഈ 50 എന്ന് വെച്ചാൽ ഭയങ്കര ഏജായിട്ട് ഞാൻ കരുതിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് നിനക്ക് വേറെ കഴിവുകളുണ്ട്. ഞാനിങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കും, എനിക്ക് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര പ്രൊമോഷൻ കൊടുക്കാൻ എല്ലാവരെയും ഭയങ്കര പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും കഴിവ് നമുക്ക് നോക്കിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അയാൾ എന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് അയാളുടെ ഒപ്പം ഞാൻ അങ്ങ് പോവായിരുന്നത്. ഇപ്പൊ ഫാമിലി എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട് ആവുമല്ലോ. അപ്പൊ ഈ ഫാമിലിനെ കുറിച്ച്, ചേച്ചിന്റെ ഫാമിലിനെ കുറിച്ച് എന്താവും പറയും? എന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡ് ഉദയകുമാർ, കുട്ടികൾ 2 പേര്, അമൽ കെ ഉദയും അഭിരാമി കെ ഉദയും. മോനും ആക്ടറാണ്, മോളും ആക്ടറാണ്. മോൻ മെക്കാനിക്കൽ എഞ്ചിനീയർ, മോള് ലോയറാണ്. 2 പേരും ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് കംപ്ലീറ്റ്ലി സിനിമയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പൊ മക്കളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മകളിപ്പോ വക്കീൽ പണി നിർത്തിയിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫീൽഡിലേക്ക് പോയത്. അമ്മ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലായതുകൊണ്ട് അമ്മ സപ്പോർട്ടാണ്. ഇപ്പൊ ഒരു നോർമൽ വീട്ടമ്മയുടെ കണ്ണിൽ നോക്കുമ്പോൾ അവരെത്രത്തോളം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും? എനിക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കായിരുന്നു പ്രാധാന്യം. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളെ ഞാൻ സിനിമയിലേക്ക് വരുന്ന മുമ്പേ അയാൾ എന്നോട് ചോദിക്കുന്നുണ്ട് എനിക്കിത് പറ്റുന്നില്ല, എൻ്റെ ഇഷ്ടങ്ങൾ വേറെ ഏതാണ് എന്നൊക്കെ അയാൾ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മോനും അതുപോലെ തന്നെ, മോൻ്റെ ഇഷ്ടം സിനിമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളോട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കൂലേ കുട്ടികൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ തന്നെ ഒരു തിളക്കമുണ്ട്.
അതവിടെ നഷ്ടപ്പെട്ടു. അയാൾ വെറുതെ ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനമ്മയും പറഞ്ഞു, നിർത്ത്, എന്നിട്ട് തനിക്ക് 2 വർഷം തരാം, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ആ സമയത്തേക്ക് കൊറോണ വന്ന്, വെള്ളപ്പൊക്കം വന്ന്, എല്ലാം വന്നു. പിന്നെ ഇപ്പോൾ അയാളുടെ ഇഷ്ടം സിനിമ തന്നെയാണ്, ഇയാളുടെ ഇഷ്ടവും മോളുടെ ഇഷ്ടവും സിനിമ തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നു ഞങ്ങൾ. ഓക്കെ, ഇപ്പം നമ്മൾ മഞ്ഞുമൽ ബോയ്സിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സിലെ സീൻ ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്തിട്ടുള്ളൊരു സീനാണല്ലോ. അപ്പോൾ ചേച്ചി ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ ചേച്ചി ഇപ്പോൾ എത്രത്തോളം ആ ഒരു സീനിൽ എത്രത്തോളം എങ്ങനെ ഇമോഷണലി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി? ഞാനപ്പോൾ ചിന്തിച്ചത്, അതെ, എൻ്റെ മോൻ, എൻ്റെ ഒരു മോനാണെങ്കിൽ ഞാൻ എങ്ങനെയാണോ. പിന്നെ അത്രയും ഞാൻ അയാളെ ശരിക്കും അവഗണിച്ചിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്. അതൊക്കെ ചിദംബരം പറഞ്ഞതെന്നാണ് കേട്ടോ. അതുപോലെ നമ്മൾ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മളുടേതായ കുറച്ച് ഇങ്ങനെ ഒരാൾ ആദ്യം എനിക്ക് എൻ്റെ ഷൂട്ട് തുടങ്ങുന്ന സെക്കൻഡ് ഡേ തന്നെയാണ് ആ ക്ലൈമാക്സ് സീൻ എടുക്കുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇയാളാ ഇങ്ങനെ രക്ഷിച്ച ആളാണ്, പക്ഷെ ഇയാളാ നമ്മളൊത്തിരി അവഗണിച്ചിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടാണ് അത് എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നുള്ളതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളതങ്ങനെ ദൈവനമ്പുരാൻ്റെ ഒരു എന്താന്ന് പറയില്ല, അതൊക്കെ അങ്ങനെ ചെയ്തു. ഓക്കെ, ഇപ്പൊ വല്ലാത്തൊരു ഇൻസിഡന്റ് ആണ് സംഭവം, കാരണം റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. അപ്പൊ ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ആക്സിഡന്റ് ഒക്കെ മോന് സംഭവിച്ചിട്ടുണ്ട്, ഹസ്ബൻഡിന് സംഭവിച്ചിട്ടുണ്ട്. നമ്മളപ്പോ അതൊക്കെ എങ്ങനെ അത് ഓവർകം ചെയ്തു? ഹസ്ബൻഡിന്റെ ഒരു ആക്സിഡന്റ് വന്നായിരുന്നു, അത് ഭയങ്കര ഒരു എന്തായിരുന്നു. പക്ഷെ അത് നമ്മളിങ്ങനെ പറയൂലേ, ജീവിക്കണമെങ്കിൽ ഒരുമിച്ച്, മരിക്കണമെങ്കിൽ ഒരുമിച്ച്, അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് ഓക്കെ ആയി. ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു, ദൈവം. കോൺഫിഡൻസ്. അതെ. ഇപ്പൊ ഹോസ്റ്റലറിൽ മമ്മൂക്കിന്റെയും ജയറാമേട്ടന്റെയും കൂടെ നല്ലൊരു ക്യാരക്ടറാണല്ലോ ചെയ്തത്. മമ്മൂക്കാന്റെ ഒപ്പം ഇല്ല, മമ്മൂക്ക മൂവിയിൽ എങ്ങനെയുണ്ടായിരുന്നു ആ ലൊക്കേഷനിലൊക്കെ? ഹോസ്റ്റലർ എനിക്ക് നമുക്ക് അപരിചിതത്വമൊന്നും തോന്നിയില്ല. അവിടെ എല്ലാവരും എനിക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു. ഇതിന് മാത്രം, ഡയറക്ടറിന് മാത്രമേ നേരിട്ട് പരിചയമില്ലാണ്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര അവിടെ നിന്ന് നമ്മൾക്ക് അഭിനയിക്കുകയാണെന്നൊരിതില്ല, പുതിയ ആൾക്കാരാണെന്നും ഇതില്ല. പ്രിൻസ് ജോയി, ഞാനൊരു കെൻമി ഇംഗ്ലീഷ് പറഞ്ഞൊരു മോണോലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രിൻസ് ജോയി ആയിരുന്നു. പിന്നെ വേറൊരു അഡ്വർടൈസ്മെൻറ്റിന്, അപ്പോൾ പ്രിൻസാണ് എന്നെ അതിനകത്ത് കാസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അവരൊക്കെ ഉള്ള ഒരു രജീഷും എല്ലാവരും ഒരു പരിചയം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ എങ്ങനെയായിരുന്നു? മിഥുൻ കെ. അടിപൊളി. നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വന്ന് നമ്മൾ അഭിനന്ദിക്കുകയും അതൊക്കെ നന്നായിരുന്നെന്ന് പറയുകയും, അതൊക്കെ വലിയ കാര്യമായിരുന്നു. ടോവിയുടെ കൂടെ ഒക്കെ അന്വേഷിപ്പിൻ കണ്ടെത്തിൽ അഭിനയിച്ചല്ലോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ലൊക്കേഷനിലൊക്കെ ടോവി ഭയങ്കര രസകരമായ ഒരു ആളാണ്, കുറച്ച് കോമഡി ഒക്കെ പറയും, ഭയങ്കര കൂളാണ് എന്നൊക്കെ പറയും. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൂള് തന്നെയാണ്. നമ്മളോടൊക്കെ പുള്ളി എല്ലാവരോടും കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും ഇവരൊക്കെ ത്രൂ സ്റ്റാർസ് അല്ലേ, അവരൊക്കെ സംസാരിക്കുമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല, അവരൊക്കെ എല്ലാവരോടും തുല്യരായിട്ട് തന്നെ, നന്നായിട്ട് തന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കുക. ഇപ്പോൾ ഒത്തിരി മലയാള ആക്ടർമാരുണ്ട്, ടോവി, പിന്നെ പൃഥ്വിരാജ്, അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സ് കുറച്ച് കൂടുതലുണ്ട് മലയാള ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അഭിനയിച്ചവരുണ്ട്, അഭിനയിക്കാത്തവരൊക്കെ ഉണ്ടാവും. ചേച്ചിന്റെ ഫേവറേറ്റ് ആരായിരിക്കും? അങ്ങനെ പറയാനില്ല. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിലേക്ക് തിരിച്ചു പോവാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സിന്റെ അമ്മയാണ് ചേച്ചി. ആ ബോയ്സിന്റെ ഒക്കെ ഒരു അമ്മയായിരുന്നല്ലോ. എന്താ അവിടുത്തെ ആ രസകരമായ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ്? രസം തന്നെയാണ് കംപ്ലീറ്റ്ലി. അവരെല്ലാവരും കൂടി നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഡയറക്ടർ എന്ന പ്രൊഡ്യൂസർ എന്ന അങ്ങനെ ഒരു വ്യത്യാസമില്ല. അവരെല്ലാവരും ഒരു ഓളം പോലെ, എന്താ പറയുന്ന, അറിയാലോ യങ്സ്റ്റേഴ്സ് ആകുമ്പോഴത്തേക്കും അതുപോലെ അങ്ങനെ എല്ലാവരും കുറേ ആൾക്കാരുണ്ട് അവിടെ. അമ്മയുടെ ഒരു റോൾ തന്നെയായിരുന്നു. അതെ അതെ അതെ. അത് ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ ഭയങ്കര കെയറിങ്ങും അതൊക്കെ അങ്ങനെ എല്ലാവരും ഓൾ ഈക്വൽ. അതെ അതെ. ചന്തുവിനൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ചന്തുവിനോട് എനിക്ക് അധികം അടുപ്പമുണ്ടായില്ല. പക്ഷെ ബാലുവിനോട് ഞാൻ ചാൾസിൽ ചെയ്തിട്ടുണ്ട്. ചന്തു നമ്മളോട് സംസാരിക്കും അങ്ങനെയാണ്. പക്ഷെ ബാലു അങ്ങനെയല്ലായിരുന്നു. ബാലു വന്നിട്ട് നമ്മളോട് ഓരോന്ന്, ചേച്ചി അടിപൊളിയാണ്, അങ്ങനെയുണ്ട്, ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പം അഭിരാമ് അവരും അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് നമ്മളോട് സംസാരിക്കും. ബാസിന്റെ അമ്മയായിട്ടാണ്. ബാസിന്റെ അമ്മ. എങ്ങനെയായിരുന്നു ബാസിനായിട്ടുള്ള?
ബാസിയും ഇത് പറഞ്ഞാൽ നമുക്കവിടെ ആർട്ടിസ്റ്റ് അങ്ങനെ എന്തല്ല, അമ്മമ്മ ബന്ധം തന്നെ അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്കത് അത്ര ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചേച്ചിനോട് ചോദിക്കുകയാണെങ്കിൽ 2024 ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റാർട്ടിങ് അടിപൊളിയാണ്. അതെ, അങ്ങനെ തന്നെ ആവട്ടെ. അതെ, സ്റ്റാർട്ടിങ് അടിപൊളി എന്ന് തന്നെ പറഞ്ഞു. അത് ഒത്തിരി പേരുടെ എല്ലാവരും നമ്മളെങ്ങനെയൊക്കെ വിളിച്ചത് കൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. എങ്ങനെയായിരുന്നു എൻട്രി മഞ്ഞുമൽ ബോയ്സിലേക്ക്? മഞ്ഞുമൽ ബോയ്സിലൊക്കെ എൻട്രി അത് എങ്ങനെയൊക്കെയാണോ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ അറിവിൽ വന്നിരിക്കുന്നത് മോനൊരു ഓഡീഷന് പോയ സമയത്ത് നമ്മുടെ ചാൾസ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ മൂവിയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്ന പ്രതീഷിനെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അപ്പോൾ മോൻ കാണുമ്പോൾ ചോദിക്കുമല്ലോ, അപ്പോൾ മോൻ അവസരം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ലടാ അതെ ഏകദേശം എല്ലാം സെറ്റായി. അപ്പം ഇങ്ങനെ രത്നമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, അത് ഓക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ചോദിച്ചാൽ അങ്ങനെ അമ്മേനെ നോക്കാം. അപ്പം അതിനു മുമ്പേ ഞാൻ ഇതിൻ്റെ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. ഈ മൂവിയുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഓഡീഷന് പോയിട്ടുണ്ട്. ഗിരിനഗറിൽ വെച്ചായിരുന്നു ഓഡീഷൻ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് വന്നില്ല. അതിനുശേഷം അപ്പോൾ ഈ കെൻമി ഇംഗ്ലീഷിൻ്റെ ഒരു ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രിൻസിപ്പുമായിട്ട് ആടായിരുന്നു. ആ മോണോലോഗ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അതവർ കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എനിക്ക് ഇതിലേക്ക് എൻട്രി ആയത്. ഇപ്പൊ ചേച്ചിക്ക് ശരിക്കും ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നോ? സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ നമ്മളെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക്, പക്ഷെ നമുക്കതൊന്നും പറ്റിയതല്ല. നമുക്ക് ആരും ഇല്ല, അങ്ങോട്ട് എത്തിപ്പെടാനൊന്നും ആരും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ എന്തൊരു ലൈഫാണ്, അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ എപ്പോഴെങ്കിലും മക്കളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കിങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്? അതോ മക്കള് കണ്ടെത്തിയതാണോ? മക്കള് കണ്ടെത്തിയതാണ്. മക്കളോട് പറഞ്ഞിട്ടൊന്നും ഇല്ല. മക്കളോട് ഞാനിങ്ങനെ കണ്ണാടിന് മുമ്പിൽ പോയി ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യും, അതുപോലും മക്കളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പല ആൾക്കാരും, ചില ആൾക്കാർ സാരി എടുത്ത് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് കളിക്കും, ചിലർ കണ്ണാടിയുടെ മുന്നിൽ ആക്ട് ചെയ്ത് കളിക്കും. ചേച്ചി എങ്ങനെ ചെയ്തിട്ടുണ്ട്? കണ്ണാടി മുമ്പ് ആക്ട് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിരിച്ചു നോക്കും, ഗൗരവം നടിച്ചു നോക്കും, കരഞ്ഞു നോക്കും, പിന്നെ എല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു. അതും കൂടുതലും ഈ റൂം ക്ലീൻ ചെയ്യാൻ പോണ സമയമുണ്ടല്ലോ, അപ്പോഴാണ് ഈ ഭാവനയൊക്കെ വന്നത്. ചൂടിങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, ചോദിക്കുകയാണെങ്കിൽ ചേച്ചി ഭയങ്കര ലക്കിയാണ്. നല്ല മക്കളെ, 2 മക്കളെ കിട്ടിയതിൽ വളരെ ലക്കിയാണ്. അപ്പം മക്കളെ കുറിച്ച് ചേച്ചിക്ക് എന്താവും പറയുന്നത്? മക്കള് അവരുടെ ഇഷ്ടത്തിൻ്റെ ഒപ്പം പോകണം. അവരാ ഇഷ്ടം കണ്ടെത്തി അവരതിനകത്ത് സക്സസ് ആവണം. അത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അവരവിടെ എത്തിച്ചേരണം. മകൻ ഓസ്കാർ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓസ്കാർ ആഗ്രഹമാണ്, അതെനിക്ക് സാധിക്കട്ടെ. ഇപ്പൊ ചേച്ചിന്റെ പാരന്റ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി സ്ക്രീനില് ചേച്ചി സ്ക്രീനില് പേരൻസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ചേച്ചി അഭിനയിച്ച മൂവീസ് ഒക്കെ, അവരെ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? എൻ്റെ അച്ഛനില്ല, അതാ ഞാനൊന്ന് സ്റ്റക്കായി പോയത്. അച്ഛനില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഒത്തിരി സന്തോഷിക്കും. അമ്മച്ചിയാണ് അമ്മച്ചിക്ക്. പക്ഷെ എൻ്റെ കരച്ചിലൊക്കെ കാണുമ്പോൾ അമ്മച്ചിക്ക് ചിരി വരും. അമ്മ അവിടെ പോയി നിന്നിട്ട് അമ്മച്ചി ഇത് എന്താ എവിടെ നിന്നാന്നൊക്കെ ചിരി. അമ്മ ഇപ്പോൾ 2-3 മൂവീസ് അമ്മ കണ്ടു, തിയേറ്ററിൽ പോയി കണ്ടു അമ്മച്ചി. പക്ഷെ എനിക്ക് അച്ഛനുണ്ടായെങ്കിൽ അച്ഛനത് ഭയങ്കര സോറി ഇല്ല അച്ഛനോട് ഭയങ്കര എനിക്ക് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്ത് അച്ഛനൊത്തിരി ഇഷ്ടമാണ്. അപ്പോൾ പറയാം എൻ്റെ സിനിമ നടി പുള്ളിക്കണം മകളാണ് എപ്പോഴും ഇങ്ങനെ പറയുക. അപ്പം അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ മകള് സിനിമ നടിയായിട്ട് മക്കൾ നിമിത്തം അച്ഛൻ്റെ ആഗ്രഹം പോലെ. അതെ, അച്ഛൻ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. അതെ, അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 15 വർഷമായി. പക്ഷെ എന്നാലും അച്ഛനൊക്കെ ഓക്കെ ചേച്ചി. ഒരുപാട് സന്തോഷം തരുന്ന നിമിഷങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ആരെങ്കിലൊക്കെ കൂടെ ഇരിക്കുമ്പോൾ. അങ്ങനെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്? മക്കളെ കൂടെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം? അതെ, മക്കളുടെ കൂടെ. ഇപ്പൊ തിരക്കൊക്കെ ആയി മക്കൾ പല സ്ഥലങ്ങളിലാവുമല്ലോ, അപ്പൊ അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന നിമിഷം അത് ഭയങ്കരമായിരിക്കും. അവര് തിരക്ക് വരും, പക്ഷെ എന്നാലും എനിക്ക് അവരുടെ പറ്റുള്ള ആ സമയം ഭയങ്കര ഭയങ്കര വിലപ്പെട്ടാണ്, ഭയങ്കര എനർജിയാണ്. അതെനിക്ക് പറയാൻ വാക്കുകളില്ല. അവരുടെ ഒപ്പം ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര നമ്മൾ അവരെ പോലത്തെ ഒരാളാവും എന്നുള്ളത് മെയിൻ. പിന്നെ അവരെന്നെ ശരിക്കും എന്നെ അമ്മയായിട്ടൊന്നുമല്ല അവർ കാണുന്നത്.
എന്താവും ചേച്ചിനെ വിളിക്കുക? എന്നെ എടി നീ എന്നൊക്കെ വിളിക്കണം. എന്നെ വഴക്കിടുന്നതും എടി നീ എന്നൊക്കെ പറഞ്ഞു. അമ്മച്ചി എന്നൊന്നും വിളിക്കാറൊന്നുമില്ല. അപ്പോൾ അവരുടെ ഇരിക്കുന്ന സമയം തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇപ്പോൾ ചേച്ചിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അവരിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് തരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ? ഭയങ്കര നിശിതമായിട്ട്. ഇപ്പം ഞാൻ ചെയ്തതൊന്നും അവർക്ക് തൃപ്തിയായിട്ടൊന്നും ഉണ്ടാവില്ലേ? അപ്പോൾ അവർ പറയണം വരാനുണ്ട്. അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാന്നല്ലോ ചേച്ചി. അപ്പൊ എനിക്ക് ദേഷ്യം വരും. ഇത് കഴിഞ്ഞ് ഞാൻ പോയി ശരിയാണല്ലോ ഇവര് പറയണം, നമുക്കതൊന്നുകൂടെ ആക്കാമായിരുന്നല്ലോ. ഇവര് കുറ്റം പറയുമ്പോൾ നമുക്കൊരു സങ്കടം വരും. ബാക്കിയുള്ളവര് നല്ലത് പറയും, ഇവര് അപ്പൊ പറയും ഇല്ലടി നിനക്കറിയാൻ പാടില്ല, എനിക്കത് അവിടെ ചെയ്യാൻ പറ്റുന്ന, അവിടെ നാടകം വന്നു, അല്ല ഡ്രാമ വന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു എന്ന് പറയും. ചേട്ടനെങ്ങനെ ഹസ്ബൻഡ്? ഇഷ്ടമാണ് അഭിനയം. അത് ഇപ്പൊ പോകുന്നപ്പോ പുള്ളിക്ക് ഭയങ്കര അഭിമാനമാണ്. എല്ലാ സുഹൃത്തുക്കളും വിളിക്കുക, അതൊക്കെ കാണുമ്പോ ഭയങ്കര അഭിമാനമാണ്. ഉദയകുമാർ എന്നാണ് പേര്. ഭയങ്കര അഭിമാനമാണ്. റിനി ഉദയകുമാർ എന്നാണല്ലോ പേര്. ഭയങ്കര അഭിമാനമാണ്. എന്ന് വെച്ചാ നന്നായിട്ട് എന്നെ പോലെ തന്നെ പുള്ളിയും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഇത്രയും മക്കളായി എന്നിട്ടാണ് ഫിലിം ഇൻഡസ്ട്രിക്ക് വന്നത്. ഇപ്പോൾ ആക്ട്രസ്സായി നിൽക്കുന്ന സമയം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ വീട്ടമ്മമാരായാലും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കിയ ഒരുപാട് വീട്ടമ്മമാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും ഒരുപാട് പേരെ. അവരോടൊക്കെ ചേച്ചിക്ക് എന്താവും പറയാനുണ്ടാവുക? ആഗ്രഹങ്ങൾ ഉള്ളിൽ വെക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ വഴികൾ തുറന്നു കിട്ടും. അതെ, നമ്മൾ ഇറങ്ങാൻ ആദ്യം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കും, പക്ഷെ അതൊക്കെ അവഗണിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത്, എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, അവരെത്തിച്ചേരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, അതെനിക്ക് എൻ്റെ മക്കൾ വേണ്ടി വന്നു. അങ്ങനെ എന്നാ ശരിക്കും അവരെന്നെ പ്രസ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് വിടാൻ. ഇപ്പോഴും ചെയ്തു. ഞാൻ ചില സമയം പെട്ടെന്ന് എന്താകുമ്പോൾ അവരുടെ അടുത്ത് പോയിരുന്നാൽ മതി, എനിക്ക് ഉത്തരം കിട്ടും. അവരെൻ്റെ ഭയങ്കര വീക്ക്നെസ് തന്നെ. വീക്ക്നെസ്സാണ്, സ്ട്രെങ്താണ്, എല്ലാമാണ് അവർ ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് മാറ്റിപ്പിടിച്ചത്. അമ്മേനെ ഇങ്ങനെ മാറ്റിപ്പിടിക്കണം എന്നാണ് അവർ ചിന്തിച്ചത്. ഈ വഴിയിൽ അവർക്ക് മാറ്റിപ്പിടിക്കാൻ പറ്റി. എന്നെ മനസ്സിലാക്കിയേക്കണവർ അവരാ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയേക്കണ. നമ്മളുടെ കണ്ണിന്റെ മൂവ്മെന്റ്സ് വെച്ച് അവര് എന്താ കാര്യം എന്ന് ചോദിക്കും അവര്, എന്താ കാര്യം. അപ്പൊ നമ്മൾ ഇവർ ഇത്രയും നമ്മളെ ഒരു അമ്മ എന്ന രീതിയിൽ അതെനിക്ക് ഭയങ്കര അഭിമാനം. എന്താ ചെറിയൊരു സംഭവമായിരിക്കും, എന്നാൽ പോലും അവരത് കണ്ടുപിടിക്കും. എനിക്ക് അവരുടെ മുമ്പിൽ ഒളിച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ടാണ് അത് സത്യം പറഞ്ഞാൽ. ഇപ്പൊ അമ്മമാർക്ക് ആമക്കളോട് കുറച്ചും കൂടി സ്നേഹമുണ്ട് എന്നൊക്കെ പറയും, പക്ഷെ മക്കളെല്ലാരും ഒരേപോലെ തന്നെ. അങ്ങനെയില്ല, ഒരിക്കലും അങ്ങനെയില്ല. ഉണ്ടായിരുന്നിട്ടാ, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞു. ഞാൻ പഴയ കാഴ്ചപ്പാടിൽ വളർന്ന ഒരാളാണ്. അപ്പൊ അത് ഞാനിപ്പോ മാറ്റുന്നു. ഇപ്പോഴല്ല, കുറെ നാളായി മാറ്റിയിട്ട്. മക്കള് നേരത്തെ നമ്മൾ ഈ ആൺതുണ എന്ന് പറയുന്ന നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മുഴുവനും അത് തന്നെയല്ലേ, ആൺതുണാന്ന്. അപ്പൊ അത് ഞാൻ വിട്ടു. ആർക്കും തുണയല്ല, നമ്മൾ തന്നെ. അല്ല ചേച്ചി, ഇപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മള് പെൺമക്കൾക്ക് പണ്ടൊക്കെ അമ്മമാരോട് ക്ലോസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട്, പല കാര്യങ്ങളും പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ ചേച്ചിയും മകളും തമ്മിലുള്ള ബോണ്ട് അത്രത്തോളം പെർഫെക്റ്റ് ആണല്ലോ. ഇപ്പോൾ പല മക്കൾക്കും ഇപ്പോൾ ചൈൽഡ് അബ്യൂസൊക്കെ നേരിട്ടിട്ട് പല മക്കളും ഉണ്ടാകും. അവരൊക്കെ അത് പലതും അമ്മമാരോട് പറയാണ്ട് ഉള്ളിൽ ഒതുക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും. അവരോട് എന്താവും പറയാണ്ടാവും? ആ അമ്മ മക്കൾ തമ്മിലുള്ള ബോണ്ട് അത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ. അതെ, എന്നുവെച്ചാല് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ഓരോ കുഞ്ഞു മാത്രമല്ല ജനിക്കുന്നത്, അമ്മ കൂടി ജനിക്കുന്നു എന്ന് പറയും. അപ്പൊ ആ മക്കളോടായിരിക്കണം ഏറ്റവും കൂടുതൽ അവർ ബന്ധം എന്ന് വെച്ചാൽ എല്ലാം പറയാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ അവർക്ക്, പിന്നെ അതുപോലെ വേണം നമ്മൾ നിൽക്കാൻ. അമ്മയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവരൊന്നും ഷെയർ ചെയ്യില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ അങ്ങനെ അവർ പറയണം, ഒരമ്മ എന്ന രീതിയിൽ ഞാൻ എത്ര ഓക്കെ ആണെന്ന് അവർ പറയണം. എന്നാലും ഞാൻ എൻ്റെ മനസ്സിനെ ധരിപ്പിക്കുന്നത്, പിന്നെ അവരുടെ ഒപ്പം വളർന്ന ഒരു അമ്മയാണ് തന്നെ. എൻ്റെ കാഴ്ചപ്പാടുകൾ അവർ തന്നെയാണ് മാറ്റിയത്. അവരുടെ ഒപ്പം വളർന്നു വന്ന. നേരത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള, നമ്മൾ പറയില്ലേ പിരീഡ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അങ്ങനെ തുടരുത്, അനങ്ങരുത്, അങ്ങനെയൊക്കെയുള്ള ഒരു ആശയം കൊണ്ട് വളർന്നവരാണ് ഞാൻ. പക്ഷെ എൻ്റെ ആശയമൊക്കെ തിരുത്തിയത് അവർ തന്നെ, മക്കൾ തന്നെ. അതും ശരീരത്ത് വന്ന ഒരു മാറ്റമാണ് എന്ന് മനസ്സിലാക്കിയത് അവരോടൊപ്പം വളർന്നു വന്ന അമ്മയാണ്.
പണ്ടൊക്കെ പീരീഡ്സ് എന്നുള്ള വേർഡ് പറയുമ്പോ തന്നെ അമ്മമാരും അയ്യോ പറയരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു കോൺവെർസേഷൻ ഉണ്ട്, ടീ ടൈം, രാവിലത്തെ ടീ ടൈം. അവിടെ ഞങ്ങള് സിനിമ കാര്യം കൂടുതലും ചർച്ച ചെയ്യണം അവിടെ. പിന്നെ ഞങ്ങൾ മൂന്നരും കൂടി പോയി ഒരു കിടപ്പുണ്ട്, വീട്ടിൽ പോയി കിടപ്പുണ്ട്. അതില് ഞങ്ങളെല്ലാ കാര്യം ഓരോ സമയം. അപ്പൊ അത്രയും ക്ലോസ് ആണ് മക്കളായിട്ട്. അപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് മക്കളോട് ചോദിക്കുകയാണെങ്കിൽ അമ്മയാണ് പറയുന്നത്. അവര് മോള് ഓക്കെ, മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണെന്ന്. മോൻ കുറച്ചുകൂടി ഇതായില്ലേ, പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവരാണ്. അല്ലെങ്കിൽ മകളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണെന്ന് പറഞ്ഞ് കേൾക്കാൻ തന്നെ ഭയങ്കര സന്തോഷമില്ലേ? ഒരു പക്ഷെ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കണ്ടേ ചേച്ചി? കാരണം മക്കളുടെ ഒരു അങ്ങനെ ആയിരുന്നാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഇന്നത്തെ ലൈഫില് അവർക്ക് തുറന്നു പറയാൻ പുറത്ത് ഒരാളെ തേടി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പറയും, നല്ലൊരു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ നല്ലൊരു സൊല്യൂഷൻ കിട്ടുകയും ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും. എന്നുവെച്ചാൽ പിന്നൊരു നമ്മൾക്ക് ഒറ്റപ്പെട്ടു പോയെന്നൊരു പേടി വേണ്ട. മറ്റുള്ളവരെപ്പോഴും ഇട്ടിട്ട് പോകും, ഇത് ഒരിക്കലും വിട്ടുപോകില്ലല്ലോ. കൂട്ടിപ്പിടിക്കില്ലേ? ഇപ്പോൾ ചേച്ചി ഭയങ്കര കൂളാണ്, ഭയങ്കര ചില്ലാണ്. ഇപ്പോൾ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ചേച്ചി കൂടുതൽ അഭിനയിച്ച ക്യാരക്ടർ ഇമോഷണലി ടച്ച് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സ്. എങ്ങനെ ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റുന്നു? ഒന്നില്ലെങ്കിൽ ജീവിതാനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മളവർ പറയുന്നത് രണ്ടും ആവാം. രണ്ടും കൂടിയിട്ട് ചേർന്നിട്ട്, അല്ലെങ്കിൽ എന്നുള്ളതില്ല, രണ്ടും കൂടി ചേർന്നിട്ടുള്ള സംഭവങ്ങൾ തന്നെ അങ്ങനെ തന്നെ പറയണം. ഇപ്പോൾ ചേച്ചി ഫസ്റ്റ് മൂവി അർച്ചന 31 നോട്ട് ഔട്ട്. ഇപ്പൊ ഈ ഫസ്റ്റ് മൂവിയിൽ ഫസ്റ്റ് സീനിൽ ക്യാമറക്ക് മുന്നിൽ നിന്നപ്പോ പേടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയത് സത്യനാഥ് എല്ലാവരോടും എനിക്ക് അങ്ങനെ തോന്നിയതേ ഇല്ല. എന്നുവെച്ചാൽ മെയിൻലി ഉള്ളൊരു സംഭവം എന്ന് വെച്ചാല് അവിടെ വന്നത് കുറെ ആൾക്കാരാണ്, ഒറ്റയ്ക്കല്ല. നമ്മളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചുറ്റിനും ആൾക്കാരുണ്ട്. പിന്നെ ഈ അയൽക്കൂട്ടം പോലെ ഒരു സാധാ ഒരു ഫാമിലി, ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതില് അങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയില്ല. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടല്ലോ ചേച്ചി. മിക്ക മൂവീസും ചേച്ചി അഭിനയിച്ച മൂവീസ് തിയേറ്ററിലൊക്കെ പോയി കണ്ടിരുന്നു. കാണുന്നതിന്റെ മുന്നേ നമ്മള് പെർഫോമൻസ് നമ്മൾ നേരിട്ട് കാണാൻ പോലെ എങ്ങനെ ടെൻഷൻ ഉണ്ടാവും? എങ്ങനെയായിരിക്കും നമ്മൾ അഭിനയിച്ച കാണാൻ പോവല്ലേ, അപ്പൊ അതെങ്ങനെയായിരിക്കും എന്നുള്ളതൊരു ഭയങ്കര. പക്ഷെ മഞ്ഞുമൽ പോയി അത് മാത്രം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. അതെന്താന്ന് എനിക്കറിയില്ല, എനിക്കറിയില്ല അതെന്താ കാരണം. ബാക്കിയുള്ള മൂവീസൊക്കെ ഞാൻ കാണാൻ പോകുമ്പോൾ അതെങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവുക, അത് ഇവർക്ക് ഇഷ്ടപ്പെടുമോ, ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് അപ്പോൾ എന്നോട് മോൻ ചോദിച്ചു, എടി നിനക്ക് ടെൻഷനുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടാ, എനിക്ക് അറിയാൻ പാടില്ല, ഇതിന് മാത്രം എനിക്കൊരു ടെൻഷൻ ഇല്ലടാ എന്ന് പറഞ്ഞു. അതില് സുഭാഷിന്റെ അമ്മനെ കണ്ടിട്ടുണ്ടോ? കണ്ട് പോയി കണ്ടായിരുന്നു. എന്ത് സംസാരിച്ചപ്പോ എങ്ങനെ തോന്നി? അമ്മ എങ്ങനെ റിയാക്ട് ചെയ്തത്? അമ്മ പറയുന്നത് അവർക്കൊത്തിരി സന്തോഷം തോന്നി. അപ്പൊ എന്നെ കാണണമെന്നുണ്ടായിരുന്നു, അപ്പോഴാണ് ചെന്നത്. അപ്പോഴത്തേക്കും അമ്മ നമ്മളിപ്പോഴും ആ സുഭാഷ് ചെയ്യുന്നതെന്ന് വെച്ചാല് കൂട്ടുകാരുടെ ഒപ്പം ടൂർ പോകുന്ന പറയാതെ എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അടുത്താണെന്ന് വിളിച്ചു പറയൂ. ഭയങ്കര ടെൻഷനായിരിക്കും. ആ അമ്മ അപ്പൊ ആ മകൻ അതിൽ കുഴിയിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തിയാണല്ലോ സുഭാഷ് എന്ന് പറഞ്ഞ റിയൽ ലൈഫ്. അപ്പൊ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ ആയിക്കാരല്ല കടന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെയായിരിക്കും അപ്പൊ ആ അമ്മ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക? ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒത്തിരി കാലം മെഡിസിൻ ഒക്കെ കഴിച്ചല്ലോ, ആയുർവേദവും ഒക്കെ കഴിച്ചിട്ട് തന്നെ. അപ്പൊ ആ അമ്മ മെന്റലി നല്ല സപ്പോർട്ട് കൊടുത്തിട്ടാണല്ലോ അമ്മ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ ചേച്ചി എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? അമ്മ ഹാൻഡിൽ ചെയ്ത പോലെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. എനിക്ക് നമ്മൾ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആണല്ലോ, അവരത്ര അറ്റാച്ച്ഡ് അല്ലല്ലോ. ഞാൻ കുറച്ചുകൂടി അറ്റാച്ച്ഡ്. എൻ്റെ മോനിങ്ങനെ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഇതൊന്നും അല്ല, എന്നാലും. പക്ഷെ അയാൾക്ക് വന്നത് അയാളുടെ ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ മോൻ 3 മാസം ബെഡ് റെസ്റ്റ് ആണ്, റിബ്സ് ഒടിഞ്ഞിട്ട്. ഒരു ദിവസം പോലും ഫ്രണ്ട്സ് ഇല്ലാത്ത ദിവസമില്ല. അപ്പം അയാൾക്കത് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, കിടക്കുവാണെങ്കിലൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ അത് പ്രത്യേകിച്ച് ആൺകുട്ടികൾ അവർക്ക് കുശുമ്പില്ല, പിന്നെ ഒരു ഭയങ്കര
ഫ്രണ്ട്ഷിപ്പാണ് അവർക്ക്. അത് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ചേച്ചി പഠിക്കലൊക്കെ കഴിഞ്ഞല്ലോ, പഠിച്ച് ഇപ്പൊ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പോ പറയുക, ചേച്ചിന്റെ കൂടെ പഠിച്ച അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ എപ്പോഴും ഗ്രൂപ്പ് സജീവം, കുറച്ച് പേരായിട്ട് ഗ്രൂപ്പ് സജീവമാണ്. അപ്പോൾ ഓരോരുത്തർ കണ്ടിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്, കോളേജിലെ ഫ്രണ്ട്സൊക്കെ ഏകദേശം കണക്റ്റഡ് ആണ്. സ്കൂൾ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. എടീ നീയാണോ? അതെ ഞാൻ നിന്നെ പോലെ ഉണ്ട്, നീ ആണോ? നിന്നെ പോലെ അപ്പൊ ഞാൻ തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ വേഷം അല്ലല്ലോ, പിന്നെ ഡാർക്ക് ഷെയ്ഡൊക്കെ ഇടുന്നോണ്ട് ആൾക്കാർക്ക് മാറ്റം. പിന്നെ ചിലർ കണ്ടിട്ട് വിളിക്കും. ജനഗണമനയിൽ ചെറിയൊരു ചെയ്തിട്ട് കോളേജിൽ ഒരു ഫ്രണ്ട് ഇട്ട് വിളിച്ച് നീ അപ്പൊ എന്താ നീ അതിൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഉണ്ട്, ഞാൻ തന്നെയാ. അത് മിന്നി മാഞ്ഞു പോകുന്നതാ. എന്നിട്ട് പോലും കണ്ടുപിടിച്ചു. ഷീബ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്. എല്ലാ അവരൊക്കെ പോയി മൂവി കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടോ, എല്ലാവരും വിളിച്ച് സംസാരിക്കും. അവരോട് സംസാരിക്കുമ്പോ ഒരു പ്രത്യേക വൈബായിരിക്കും. പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മള് പറയില്ലേ 17 പോകും. അത്രയും നമ്മള് കുഞ്ഞായിട്ട് ഓടി നടക്കും. നമ്മുടെ മനസ്സിൽ ആ സമയം ആ ഒരു ഇത് തന്നെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴും ചേച്ചിന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ചേച്ചിനോട് സംസാരിച്ചു ഇപ്പോഴും എനിക്ക് പ്രായത്തിനെ ബാധിച്ചിട്ട് നമ്മളങ്ങനെ നമ്മുടെ മനസ്സാണ് പ്രായമാണ്, അല്ലാണ്ട് മനസ്സിന് പ്രായമില്ല ശരീരത്തിന് പ്രായമാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായ അങ്ങനെ പോകുന്നു. ചേച്ചി, സിനിമ എന്ന് പറയുന്ന മേഖല എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റാവുന്ന അത്രയും ദൂരത്താണെന്നാണ് കേട്ടിട്ടുള്ളത്, ശരിയാണോ ചേച്ചി? ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ അനുഭവം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാ എത്തിപ്പെടും. അത്ര ആഗ്രഹം തീവ്രമായിരിക്കണം, എത്തിപ്പെടും. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റ് അടിച്ച് റെക്കോർഡ് കളക്ഷൻ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് മഞ്ഞുമൽ ബോയ്സിന്? മഞ്ഞുമൽ ബോയ്സ് ഇനി 100 ദിവസം തിയേറ്ററിൽ ഓടണമെന്നെ. പക്ഷെ അതിപ്പോ പറയുന്നത് OTT വരാൻ പോകുന്നു. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം 100 days തിയേറ്ററിൽ ഓടണം തന്നെ. ലൈഫിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് കറക്റ്റ് ആവും ചേച്ചിന്റെ കരിയറിലുള്ള? ആയിരിക്കാം. ട്രെയിനിങ് പോയിന്റ് കുറേ അല്ലെ, ഓരോ ഇതും അതും ആയിരിക്കാം. മഞ്ഞുമൽ ബോയ്സ് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു, എന്നെയും മഞ്ഞുമൽ ബോയ്സിനെയും ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ട് നമ്മളും അതിനകത്ത് ഒരു ഭാഗമാണല്ലോ. ചേച്ചിക്ക് ഇനി എന്താണ് ഓഡിയൻസിനോട്, പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്? പുതിയ മൂവീസ്, അതിനെ കുറിച്ചൊക്കെ? പുതിയ മൂവീസ് ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ്. അതിനകത്ത് അധികമൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ വരണം, പ്രോജക്റ്റൊക്കെ വരണം. അപ്പൊ ഈ ഒരു കൊച്ചു കലാകാരിയാണ്, അപ്പൊ ഈ കലാകാരിയെ ഏറ്റെടുക്കണമെന്ന് അവരെ വേണമല്ലോ വിജയിപ്പിക്കാൻ. നമ്മളെ ഇഷ്ടപ്പെടാനും അവരുടെ ഇഷ്ടമാണ് നമ്മളുടെ നിലനിൽപ്പ് തന്നെ. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് അവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. താങ്ക് യു ചേച്ചി, നല്ല ഇവിടെ വന്ന് ഞങ്ങളോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചതിന് ഒരുപാട്. താങ്ക് യു.